ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു വശം 5 മിനിറ്റും മറ്റേ വശം 5 മിനിറ്റും അങ്ങനെ 10 മിനിറ്റ് രണ്ട് വശം തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു ഹാഫ് വേവായാൽ മതി. ഇപ്പോൾ കോളിഫ്ലവർ ഹാഫ് വേവായിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി കോളിഫ്ലവറിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശങ്ങളും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതിവിടെ രണ്ട് വശങ്ങളും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ചട്ടിയിലോട്ട് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് മറ്റൊരു കൂട്ടും കൂടി റെഡിയാക്കാം. നേരത്തെ വഴറ്റി വെച്ച സവാള മിക്സിയുടെ ചെറിയ ജാറിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 50 ഗ്രാം കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമ്മളെ മസാല തിളച്ച് വരുമ്പോൾ അതിലോട്ടായിട്ട് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചാടിയിട്ടില്ല, അതുകൊണ്ട് 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വടിച്ച് എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവിയിലോട്ടായിട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഗ്രേവിയിൽ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കോളിഫ്ലവറിനെ ഹാഫ് വേവും കൂടി വേവിച്ചെടുക്കുക. നേരത്തെ ഹാഫ് വേവ് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റും കൂടി കോളിഫ്ലവർ അതിൽ കിടന്നിട്ട് വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെന്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഗ്രേവി അതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മളവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു പാത്രത്തിലോട്ടായിട്ട് സെർവ് ചെയ്യാം. അപ്പം മസാല ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനോട് മുകളിലോട്ടായിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാം, വെറുതെയും കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.